മോർണിംഗ്. നമ്മളെ ഊട്ടിയിൽ സ്റ്റേ ചെയ്ത സ്ഥലമാട്ടോ ഇത്. സെലിബ്രേഷൻ കോട്ടേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. നല്ല സൗകര്യമുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഒരു 12 പേർക്കൊക്കെ വന്നാൽ ഒരു 12 to 15 പേർക്ക് മാക്സിമം. 3 ബെഡ്റൂമാണ്. വലിയ ഒരു കിങ് സൈസ് ബെഡ്, പിന്നെ 3 എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട് 3 ബെഡ്റൂമിലും. പിന്നെ ഞങ്ങൾ ഡൈനിങ് ഹാളിലൊക്കെ ആയിട്ടാണ് കിടന്നത്. അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഞാനിവിടുത്തെ ഒരു ലൊക്കാലിറ്റി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ. ഊട്ടി ടൗണിൽ തന്നെയാണ് ഈ സ്ഥലം. ജസ്റ്റ് ഇങ്ങോട്ട് മാറിയാൽ മതി. ഊട്ടി ടൗണിൽ നിന്ന് ഒരു 700-500 മീറ്ററൊക്കെ ഉള്ളൂ ഇങ്ങോട്ട് തോന്നുന്നു. ശരി, ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ആംബിയൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട് പറവകളുടെ ടീമിനെ കൊണ്ട്. ഇതെൻ്റെ ഫാമിലി ടൂറായിട്ട് വന്നതാണ് ഇപ്രാവശ്യം. അന്നിവിടെ നല്ല രസമുള്ളൊരു മരം ഉണ്ടായിരുന്നു. പിന്നെ KSEBക്ക് വേണ്ടി മുറിച്ചു എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ലോണൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുന്നൊരു ആംബിയൻസാണ്. ഞങ്ങൾ വന്ന വണ്ടിയാണത്. കണ്ട ഇവിടെ നോക്കി. ഇവിടെ കൃഷിയൊക്കെ വന്ന സമയമാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. ക്യാരറ്റിൻ്റെ ഫാമാണ് കൃഷിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ മുകളിലേക്ക് ദൊഡ്ഡബെട്ട പീക്കാണ് അവിടെ കാണുന്നതാണ് ദൊഡ്ഡബെട്ട പീക്ക്. അതൊക്കെ കണ്ടോ? അതാണ് ദൊഡ്ഡബെട്ട പീക്കിൻ്റെ ആ ഒരു കമാനം. വന്നു എല്ലാവരും കൂടി കരിമ്പിൻകാട്ടിൽ ആന കയറിയതുപോലെ ക്യാരറ്റ് കാട്ടിൽ മേലായി കുടുംബം. ഫോക്സസും കാറ്റ് തമ്മിൽ വല്ല ബന്ധമുണ്ടാവും. മൊയലാണെങ്കിൽ ഒക്കെ ആയിരുന്നു. യെസ്, എല്ലാവർക്കും ക്യാരറ്റ് ഇഷ്ടം പോലെ കിട്ടി. കുഞ്ഞാമ്മയുടെ പോയി കുഞ്ഞാമ്മയെ കാണാതെ. ഇത് അമ്മായിയൊക്കെ രാവിലെ തന്നെ സുബൈക്ക് നീറ്റ് വന്ന് ക്യാരറ്റ് പൊടിക്കുന്നു. മല അനിയത്തിയാണ് വരുന്നത്. ആസ്മിനി വരുന്നുണ്ട് അത്ര ഒറ്റക്ക്. അല്ല അതൊന്നും ഒരു കുഴപ്പം. ഇത് കൊറേ ഉള്ളതല്ലേ. ആണോ திட்டுறாங்க உங்களுக்கு கொடுத்ததுக்கு? അത് பண்ணாது. ഓക്കെ, അവര് പുതിയത് എടുക്കണ്ട. ഇതെടുത്തതിനൊന്നും കുഴപ്പമില്ല. അത് മേലെ പോയിട്ട് എടുക്കണ്ട. അത് കുട്ടി അത് എന്താ വെച്ചാൽ. ഓക്കെ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. യെസ് യെസ്. ഇന്നത്തെ ക്യാരറ്റ് നല്ല ഫ്രഷ് ഊട്ടി ക്യാരറ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതായി ചേച്ചിയാണ് നമുക്ക്. അക്കാ നിങ്ങൾ പേരെന്നെ? രാധികാണാ? ഇതാണ് നമ്മൾ താമസിക്കുന്നത്. എന്തായിരുന്നു ഈ കോട്ടേജിന്റെ പേര്? സെലിബ്രേഷൻ കോട്ടേജ്. ഒരു കിലോ തരുമോ വിലക്ക് ചോദിച്ചപ്പോ ഒക്കെ ചാക്കിലാക്കി കൈ നേരത്തെ അല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണു നീ പോയിക്കോ. അതാ എടുക്കണ്ട്. കൊഴപ്പില്ല അവര് പറഞ്ഞല്ലോ. ഇതൊരു ഉപേക്ഷിച്ച് പോയതാണ് മൈ. ഇതൊന്നും എടുക്കൂല. അല്ല, കുറച്ചെടുക്കണതിന് കുഴപ്പമില്ല. നമ്മൾ കൊറേ ഒന്നും എടുക്കണില്ലല്ലോ. എങ്ങനെയുണ്ട് ക്യാരറ്റ് തോട്ടം? ഷർപ്പ രാവിലെ പൊറോട്ടയും ചിക്കൻ കറി അല്ല ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. കുഞ്ഞാമ്മ അതിന്റെ വലിപ്പം ഇത് നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല. കുഞ്ഞാമ്മ ഒരു കൊമ്പ് കിടക്കുമ്പോ കേക്കുന്നവര് റോസ്. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കിട്ടുന്ന இங்க அந்த பிளம்ஸ் இல்ல, அதுல ஒரு பழம் வந்திருக்கு. ஒரு போட்டோ எடுக்கிறதுக்கு தான் வந்திருக்கேன். இல்ல போட்டோ தான் எடுக்கறாங்க. வழுக்குதுமா, பாத்து ஊன்றாதீங்க. வழுக்குது வலி. வாங்க பாருங்க, இங்க எடுத்துக்கங்க. இதோ அல்ல, அங்க ஒரு ரெட் வந்திருக்கு. சரி எடுத்துங்க. அப்படி போங்க. ஐயோ, இதான் போங்க. இங்க எடுத்துக்கறாங்க. இல்ல, நான் அங்க வராது. நான் இங்க போறேன். ഇതെല്ലാം പ്ലംസ് ആണ്. കണ്ടോ,
പച്ച പ്ലംസ്. ഇതാ കണ്ട പ്ലംസ്, പഴുത്ത പ്ലംസ്. കണ്ട നിറയെ ഒരു പഴം. ഇതൊക്കെ എടുക്കട്ടെ. ഇതാണ്ടോ ഇവിടെയൊക്കെ പ്ലംസ് ഇருக்கு. ஓ பிளம்ஸ். ஐயோ நல்ல பிளம்ஸ் ഇവിടെ എല്ലാം நிறைய வந்திருக்கு. நான் அங்க வரேன். பாத்து புளி வந்துருமா பாத்துமா. குளி താങ്ക്സ് അണ്ണാ. ഇതെല്ലാം പൊട്ടറ്റോ ഫാം. நம்ம ஊர்ல இதெல்லாம் கிடையாது. அதுக்கு அம்மா பார்க்கறதுக்கு சொல்லியிருக்கு. நான் எடுத்துட்டு வரேன். കണ്ടോ ഇവരുടെ വീട്ടിൽ മഞ്ഞ റോസ് കണ്ടോ, അതുപോലെ വേറെ കുറേ ചെടികൾ. ആടാ ഇതാണ് പൊട്ടറ്റോ. ഇത് അവർക്ക് കിട്ടി ഫ്രഷ്, അവർ പറിച്ച്. നോക്കട്ടെ ആസ്മിനി താത്താക്ക് ഇഷ്ടം പോലെ. അവിടെ വന്നപ്പോ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് കൊടുത്തത് പോലെ പ്രിറ്റൻഡ് ചെയ്യാന് ഇന്നലെ എടുത്ത് എടുക്കാൻ എന്നിട്ട് എനിക്കും കുറച്ച് അതൊക്കെ എനിക്കെന്താ കിട്ടിയെന്ന് ഫ്രണ്ട്സ്. അങ്ങനെ തിന്നല്ലേ, എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ, അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പ്ലം സൂപ്പർ. ശരി ശരി പോവാം. ഹാപ്പി. ആസ്മിനി താത്തയും സെറീന താത്തയും എല്ലാരും ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ലാസ്റ്റ് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക. എല്ലാവരും റെഡിയായി. ഏകദേശം സമയം 11:30 ആയി. നമ്മൾ നിൽക്കുന്നത് ഭയങ്കര സീനിക് സൂപ്പർ ഒരു സ്ഥലത്താണ്. ഇവിടെ ആക്ച്വലി ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഊട്ടി. ഇവിടെ ക്യാരറ്റ് ഫാമാണ് ഇത് മൊത്തം. ആ ദൂരെ കാണുന്ന ക്യാരറ്റ് ഫാമില്ല, അവിടെയാണ് പോയിട്ട് ഞങ്ങൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചത്. തൊട്ടപ്പെട്ട പീക്കിൻ്റെ